ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. അപ്പൊ ഇന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകണെന്ന് വെച്ചാല് ദുബായിക്ക്. ഇന്നിന്റെ ഇളച്ചി മുത്തശ്ശന്മാരൊക്കെ ഉംറക്ക് പോവാണ്. അപ്പൊ ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആദ്യം പോണത് ഇളച്ചിന്റെ വീട്ടിൽ കേട്ടാ. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, നേരെ വേങ്ങരക്ക് പോകും. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്യട്ടാ. പിന്നെ എന്തെങ്കിലും പോരാനുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനുണ്ട്, കുട്ടികളുണ്ട്, ഉമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട് ബാക്കിൽ. അപ്പം ഞാൻ പോകുമ്പോൾ എണ്ണ അടിച്ചിട്ടാണ് പോകാൻ ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ പെരിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആവണുള്ളൂ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അവിടെ പറ്റുമെങ്കിൽ നമ്മൾ എടുക്കാൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി കാണാം കേട്ടാ. ചെറിയ അങ്ങാടിട്ടാ, പൂവഞ്ചന അങ്ങാടി. പിന്നെ നമ്മളെ മഹാല അതാണ് ഈ കാണുന്ന പള്ളി, ചേനാപ്പള്ളി. ഇവിടുത്തെ ഞങ്ങൾ ജുമാനൊക്കെ വരല്. സാദിന്റെ മദ്രസാണ് അതോ കാണാൻ മദ്രസ. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു കണ്ണൂർ പോക്കുണ്ട്, അതിന് ബസ് ഏൽപ്പിച്ചത് ഇവിടുന്നാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ബസ്സാവും കണ്ണൂർ പയ്യന്നൂർക്ക്. അപ്പൊ നമ്മൾ വന്നപ്പോ പള്ളിയെ കണ്ടില്ല ഞങ്ങള്. ഇനിയിപ്പോ നമ്മൾ ഹൈവമ്മക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് സർവീസ് റോഡിലാണ്. ഇനി നമുക്ക് അവിടെ ഒരു പമ്പ് ഉണ്ട്. ആ പമ്പിൽ നിന്ന് കുറച്ച് എണ്ണ അടിക്കണം. കുറച്ച് വെച്ചാല് ഒരു 500 രൂപ അടിക്കണം. അതല്ലേ നമ്മളിപ്പോ പോവല്ലേ. നമ്മളോട് പറഞ്ഞേക്കൊണ്ട് വരുമ്പോ ഒരു കട്ടയാർത്ത ഉണ്ട് എന്ന്. അപ്പൊ അടുത്ത കണക്ഷൻ നമ്മൾ പമ്പിലാണ്. അടുത്ത ലക്ഷ്യല്ലേ ആമില പറഞ്ഞോളൂ. ഞങ്ങൾ പോയ കണ്ട മീൻ പിടിച്ചെന്ന് പറയും. പോയത് അപ്പൊ ഇതാണ് പമ്പ്, ഇന്ത്യൻ. ഈ വണ്ടിക്ക് ഇന്ത്യൻ്റെ എണ്ണ മാത്രം പറ്റുള്ളൂ. പക്ഷെ അത് ഡെയിലി അതിനെ യൂസ് ചെയ്യണമെങ്കിൽ വണ്ടിക്ക് ഒരുപാട് മെയിൻ്റെനൻസ് കുറയില്ല സമയം. അങ്ങനല്ലേ, നമുക്ക് ഇപ്പോൾ കുറച്ച് ഡീസൽ അടിച്ചാ. അപ്പൊ നമ്മൾ എണ്ണ അടിച്ചാൻ പോണേ. 500. അപ്പൊ നമ്മള് 500 രൂപയ്ക്ക് എണ്ണ അടിച്ച് ഒരു സംഭവം നമ്മളെ മറന്നുപോയി. എന്താന്ന് വെച്ചാല് ഈ വണ്ടിക്ക് എണ്ണ അടിക്കുമ്പോൾ വണ്ടി ഓഫ് ആക്കണം. ഞാൻ ആ വീഡിയോ എടുക്കുന്ന ഇൻട്രസ്റ്റ് കൂടി എന്ത് ചെയ്ത് വണ്ടി ഓഫ് ആക്കാൻ മറന്ന്. ഏതായാലും നമ്മൾ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് 500. അതുകൊണ്ട് നമ്മള് ജയിച്ചലായി എന്ന് പറയാം. അപ്പൊ നമ്മള് പുത്തൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള കാരണം വെച്ചാല് ഇവിടെ നല്ലൊരു എക്സ്പോ എന്താ വരുന്നുണ്ട്. ഒരുപാട് ട്രെൻഡൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ. അത് നമ്മളത് കാണിച്ചു തരട്ടാ. എന്തായാലും നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും രാത്രി പോകുമ്പോൾ ചെറിയത് കണ്ടാണ്. വരണ്ട, എന്തായാലും നമുക്ക് വരണ്ട കാണാന്. അത് ഈ പറച്ചിലുള്ളവള് വരുവാ. ഞാൻ കൊണ്ടിരിക്കും, പോന്നാ മതി. അപ്പോൾ ആ സംഭവം എത്താനായിക്കണേ. ഇവിടെ ഒരുപാട് കൃഷികളുണ്ട്. ആ കൃഷികളുണ്ടാ ചേമ്പ്, വായ, പൂളൊക്കെ. ഇവിടെ അപ്പുറത്തെ പച്ചക്കറി, ചീരല, അങ്ങനെ വീസുമ്പോൾ അത് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞ സംഭവം എത്താനായിക്കണം. അതോ കാണുന്നു കണ്ടാ. താഴത്തേക്ക് മേഘ ഇറങ്ങിയ മാതിരി കണ്ട വിചാരിച്ചത് കൂന് മുളച്ചാണ്. പക്ഷെ കൂന് മുളച്ചാലട്ടാ. അതൊക്കെ ഓരോരോ എന്താ പറയാ, ഇതിനിപ്പോ ഓരോരോ സ്റ്റാളുകളാണ് തോന്നുന്നുണ്ട്. ആ സ്റ്റാളുകളൊന്നും കാണിച്ചത് ഞാൻ ഗ്ലാസ് വെച്ചാ. ഇത് എന്താണ് സംഭവം നമ്മളിപ്പോൾ അറിഞ്ഞിട്ടാ. ഏതായാലും ഞങ്ങൾ കണ്ടു കാണാന്. ഫ്ലെക്സ് വായിച്ചോളാം. അത് വായിക്കാം സാമിയ. വളരെ ഫ്ലെക്സ് എക്സ്പോ ആണ്. അപ്പൊ മറക്കണ്ട. കേട്ടതൊക്കെ കോട്ടക്കലിലേക്കാണ്. ഏതായാലും ഉദ്ഘാടനം തരാം മക്കളെ. ഇവിടെ 25-നാണ്. എല്ലാം എത്രാം തീയതി, ഡേറ്റ് എത്രാം തീയതി ഒക്കെ? 15-ാം തീയതിയാ. ഏതായാലും നമുക്ക് വരാം, പണി ചെയ്യട്ടെ. പിന്നെ മൂന്നുള്ളൂ. ഞങ്ങളുടെ നല്ലൊരു പഞ്ചാര മുട്ടായി കിട്ടാം. അപ്പൊ ഇതാണ് പുത്തൂർ സെന്റർ. കൃഷിന്റെ പൂരായിരിക്കണം. ആരെയൊക്കെ ഇവിടെ ഫുള്ള് നെല്ലേന്ന്. ഇപ്പൊ ഫുള്ള് പത്തക്ക, കക്കേരിക്ക, ഞാൻ പറഞ്ഞില്ലേ, പല പല ഫ്രൂട്ടുകളാ. എനിക്ക് പറയാൻ കിട്ടണില്ല. ഇതെല്ലാം ക്ഷമിച്ചോളെ.
അപ്പം നമ്മൾ ഒതുക്കി എത്താനായിക്കണം കേട്ടോ. ഒരു 1.5 കിലോമീറ്റർ കൂടെ പോയാൽ നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തും അല്ലേ. ഇവിടെ ഒരു കട നമ്മൾ കാണിച്ചാൽ നമ്മൾ എന്താ മോൻ്റെ പേര്? കുട്ടിമോന്. ഞങ്ങൾ ഇന്നലെ പോലെ ചായ അടിച്ച വേണം കുട്ടിമോൻ്റെ കടയിൽ നിന്നാണ്. താത്താൻ്റെ ആ കട നമ്മൾ കാണിച്ചിട്ടാ. ഇനിയിപ്പോൾ തുറന്നതാണ് എനിക്കറിയില്ല. ഈവനിങ് ഫുഡാണ്. ഇപ്പോൾ രാവിലെ ഒരു തുറക്കണമെന്ന് പറഞ്ഞിരുന്നേ. അതോ കാണുന്ന കട. ആ ബസ്സിനോട് ചാരിയിട്ട് ഇല്ല, ഇതാണ് കട. ഈ കട ഇതാണ് കട. ഇതാണ് കട. ആ കളിയാക്കിയില്ലട. ആഹാ അതെ. അപ്പൊ ഇതാണ് നമ്മളെ ഒതുക്കുന്ന അങ്ങാടിട്ടാ. കണ്ടില്ലേ? ഇവിടെയൊക്കെ ആദ്യമൊക്കെ ഒരു ഉണങ്ങി കഴിച്ചാണ്ടേന്ന്. അത് പറഞ്ഞ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചോടി ഒതുക്കുന്നങ്ങാടി അതാ പോന്നേ. ഇവിടെ ഞങ്ങൾ ഫ്രൂട്ട് എങ്ങനെ ഈ കടയിന്ന്. ഇവിടെ ലേഡീസ് ജിംനേഷ്യം ഉണ്ട്, ജെന്റ്സ് ജിംനേഷ്യം ഉണ്ട്, എന്തെല്ലാം മാളുകളവിടെ. ഈ മാള കല്യാണങ്ങളൊക്കെ കയറി ഈ എല്ലാ സാധനവും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോരാ. പിന്നെ ഒന്നാമത്തെ കാര്യം ഇവിടെ ചിക്കന് വളരെ വില കുറവാട്ടാണ്. നമ്മളവിടെ 80 ആണെങ്കിൽ ഇവിടെ 60 ഉണ്ടാവുള്ളൂ. അതായത് വെറും 80 അല്ല, 150, 160. എപ്പോഴും 30 രൂപ ഡിസ്കൗണ്ട് ആണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇടക്കിടക്ക് ചിക്കൻ വന്നിരുന്നു. ആ ചിക്കൻ്റെ കടയും കൂടി നമ്മൾ കാണിച്ചാട്ടാ. അതോ കാണണേ ആ പച്ച പൊടിഞ്ഞെടുത്ത്. ഇന്ന് 145 നോക്കട്ടെ. ഇന്ന് 150, 5 രൂപ കൂടിട്ടാ. അപ്പൊ നമ്മളവിടെ ആകുമ്പോ ഒരു 180 ഉണ്ടാവും. അപ്പൊ നമ്മളെ മുമ്പിൽ കണ്ടില്ല ഒരു സഞ്ചരിക്കണ പച്ചക്കറി വണ്ടി. പച്ചക്കറി പെരികളെത്തും. നമ്മളവിടെ റെഡി ആയി നിന്നാൽ മതി. വെറുതെ അങ്ങാടിക്കൊന്നും വരണ്ട. ഒറിജിനൽ കണ്ടില്ലേ? അടിപൊളി ചക്ക. ചക്ക ചെയ്താൽ അണ്ണാൻ കൊത്തിന്ന് തോന്നുന്നു. നല്ല മൂപ്പ് ഉണ്ട് ചക്കക്ക് അല്ലേ? അതുപോലെ അവിടെ ഒരു വഞ്ചി ഉണ്ട് കളിച്ചെടുക്കും. ഇത് ഈ ചക്ക ഞാൻ നല്ല തേൻപരിക്കാണ്. ശരി കറക്റ്റ് കിട്ടില്ല. അടിയിലേക്ക് പറ്റേ. ഇവിടെ അടിയിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ മുള്ളിച്ചെടി. ഇവിടെ ഇടക്കിടക്ക് നമ്മൾ പോക്കുണ്ട്. പക്ഷെ അപ്പം ഒന്നും ചോദിക്കലില്ല. എന്നിപ്പോൾ ചാൻസ് കിട്ടിയ ചോദിച്ചേ. താത്താക്ക് ഒരു വീഡിയോ ചെടിക്കട്ടാ. നമ്മൾ പോവില്ല. താത്തോട് പോറേ. പോയ പോരെ എന്താണ് അവിടെ ആളിക എത്ര അപ്പോളേ നമ്മളെ തീർത്ഥാടകരെ കൊണ്ടാക്കിയിട്ട് പോകുന്നു. പക്ഷെ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഞാൻ. ഏതായാലും നമ്മളിപ്പോൾ തിരിച്ച് പേലെത്തിയിട്ടുണ്ട്. ഒരാളിവിടെ തോക്ക് വാങ്ങുന്നത് ഭയങ്കര നെരുമ്പിളിയാണ്. ആ ആളാണ് ഇപ്പോൾ കിടക്കുന്നത്. കണ്ടില്ലേ? നല്ല ഉറക്ക. അത് കാണിച്ചൊക്കെ ഉറങ്ങുന്നത്. തോക്ക് വാങ്ങാൻ ആന വാങ്ങാൻ നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ വീടെത്താനായിട്ടുണ്ട്. നമ്മളെ വീട്ടിലുള്ള വഴിയാണിത്. കണ്ടില്ലേ? ഒരു 100 മീറ്റർ കൂടെ പോയാൽ നമ്മളെ വീടെത്തും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യാൻ പോവാണ്. അടുത്ത വീഡിയോ വീണ്ടും വരും. എല്ലാവർക്കും അപ്പം കാണാം. ടാറ്റാ ബൈ ബൈ.